ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ തന്ന ആത്മീയ കൈത്താങ്ങലുകൾ, പ്രാർത്ഥനകൾ, നല്ല കമൻസ് എല്ലാറ്റിനും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാന പ്രമേയം ഒരു ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ 5 അപകടങ്ങളാണ്. അപ്പോൾ ലോകത്തോട് നാം സ്നേഹം കാണിച്ചാൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന 5 അപകടങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഈ ലോകസ്നേഹം എന്ന് പറയുന്നത് പ്രധാനമായും ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ദൈവത്തെ ആരാധിക്കാതെ ദൈവമുഖം അന്വേഷിക്കാതെ നടക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പം അതിനോടുള്ള ബന്ധത്തിൽ 5 അപകടങ്ങളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിരത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 1, നമ്മൾ ലോകത്തോടുള്ള സ്നേഹത്തിൽ അല്ലെങ്കിൽ ആ നിലയിലാണ് പോകുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് ദൈവത്തോടുള്ള ശത്രുത വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തോടുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്ന ഒന്നാമത്തെ ഒരു ഘടകം ലോകത്തോടുള്ള സ്നേഹമാണ്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ മറുപടി തടയപ്പെടുകയാണ്. നിങ്ങൾ ലോകത്തോടുള്ള പറ്റുപരിമാനത്തിലാണ് നിൽക്കുന്നത്, അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിന് ആധാരമായി യാക്കോബ് അപ്പോസ്തലൻ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട് 4:3. അതിവിടെ എഴുതിയിരിക്കും, നിങ്ങളുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതിന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായൊരു വിഷയം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടുള്ള ശത്രുതയെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതിന് നാം ദൈവത്തോട് യാചിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? ദ കോൺസിക്വൻസ് ഓഫ് ദാറ്റ് പ്രേയർ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത്, ഈ വിശ്വാസത്തെ, അതായത് കർത്താവിനോടുള്ള നമ്മുടെ വിശ്വാസത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പതുക്കെ പതുക്കെ അകറ്റി അല്ലെങ്കിൽ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്തുവിൽ അമിതമായ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ കാലത്തിൻ്റെ കടന്നുപോക്കിൽ നമ്മുടെ വിശ്വാസത്തിന് തണുപ്പ് സംഭവിച്ചു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 13:22 നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ തണുത്ത ഉറഞ്ഞ അനുഭവത്തെ ഈ മത്തായി സുവിശേഷത്തിൽ എടുത്തു കാണിക്കുന്നത്. മൂന്നാമത്തത് വിശ്വാസം തണുപ്പിക്കുന്നതാണെങ്കിൽ നാലാമത്തത് എന്താണ്? നാലാമത്തത്, നമ്മൾ ദൈവത്തിൻ്റെ കോപത്തിന് പാത്രീഭൂതരാകുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 11:32 രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ലോകത്തോടുകൂടെ ശിക്ഷിക്കപ്പെടരുത് എന്നെഴുതിയിരിക്കുന്നത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ലോകത്തോടുകൂടെ ശിക്ഷിക്കപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ലോകത്തോടുള്ള ന്യായവിധിയിൽ ഞാനും നിങ്ങളും അമർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട ഘടകം, അതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ ലോകത്തോടുള്ള സ്നേഹം ഇങ്ങനെ അമിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടയിൽ ഒരു ഭക്തനായ മനുഷ്യൻ തൻ്റെ തൂലികയിൽ താൻ ഇങ്ങനെ കുറിച്ചു, എൻ പ്രിയനെപ്പോൾ
സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല. എന്നെ ഏറെ ചിന്തിപ്പിച്ച പദം അടുത്തതാണ്. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഇപ്പോൾ ക്രിസ്തുവിനോടുള്ള അമിതമായ ആ വിശ്വാസവും അമിതമായ സ്നേഹവും അമിതമായ ആരാധനയൊക്കെ നമ്മളെ എന്ത് ചെയ്യരുത്? ദൈവത്തിൻ്റെ കോപത്തിന് പാത്രീഭൂതരാകാതെ ദൈവസ്നേഹത്തിൽ നാം അനുദിനം വർദ്ധിച്ചു വരുന്നവരാകണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ മണ്ണിനെ പ്രതി മാണിക്യം വെടിയുന്നവരാകരുത് ഞാനും നിങ്ങളും. അപ്പോൾ ദൈവകോപത്തിന് അടിമകളാകരുത്. ഇനി 5-ാമത്തെ പദം പറഞ്ഞ് അവസാനിപ്പിക്കാം. 5-ാമത്തെ പദം എന്ന് പറയുന്നത്, ലോകത്തോടുള്ള സ്നേഹം നമ്മെ നാശത്തിലേക്ക് നയിക്കുകയാണ്. 1 യോഹന്നാൻ 2:17 നാം ഇങ്ങനെ വായിക്കുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ വാച്ച് ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ദൈവേഷ്ടം ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നാളിതുവരെയും നിങ്ങൾ അതിനൊരുങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ പ്രഭാതം അതിന് കാരണമായി തീരട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ ധന്യവിലീർന്നമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ.